പാർട്ടിയിൽ അടിമുടി തിരുത്തൽ വേണമെന്ന് സിപിഎം തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിലെ സംഘടനാ റിപ്പോർട്ട്. ഭരണത്തിന്റെ തണലിൽ സഖാക്കൾക്ക് മൂല്യച്യുതിയുണ്ടായി. മുഖ്യമന്ത്രിയെ വേദിയിലിരുത്തിയ ആഭ്യന്തര വകുപ്പിനെതിരെയും വിമർശനം. അജിത് കുമാറിന് ഡിജിപിയായി സ്ഥാനക്കയറ്റം നൽകേണ്ടിയിരുന്നില്ലെന്നും പ്രതിനിധികൾ പറഞ്ഞു. സർക്കാരിന്റെ ധനകാര്യ മാനേജ്മെന്റ് പരാജയമാണ്. പാർട്ടിയുടെ ന്യൂനപക്ഷ സമീപനത്തിൽ ഇരട്ടത്താപ്പെന്നും വിമർശനം. കോർപ്പറേഷൻ ഭരണത്തിന് സംഘടനാ റിപ്പോർട്ടിൽ തല്ലും തലോടലുമാണ്. സെയ്ഫ് സൈനുദ്ദീൻ വിവരങ്ങൾ നൽകും. സെയ്ഫ, നേതൃത്വത്തിനെതിരെ ഏത് രീതിയിലുള്ള വിമർശനങ്ങളാണ് ജില്ലാ സമ്മേളനത്തിൽ ഉയർന്നു വന്നത്? അതെ, മുഖ്യമന്ത്രിയെയും സിപിഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയെയും വേദിയിലിരുത്തിക്കൊണ്ടാണ് തിരുവനന്തപുരത്തെ ജില്ലാ സമ്മേളനത്തിന്റെ പ്രതിനിധികൾ സർക്കാരിനും പാർട്ടിക്കുമെതിരായ വിമർശനങ്ങൾ ഉയർത്തിയത്. സംഘടനാ റിപ്പോർട്ടിൽ തന്നെ വിമർശനങ്ങളുണ്ട്. പാർട്ടിയിൽ അടിമുടി തിരുത്തൽ വേണമെന്നാണ് സംഘടനാ റിപ്പോർട്ടിൽ പറയുന്നത്. ഭരണത്തിന്റെ തടലിൽ സഖാക്കൾക്ക് മൂല്യച്യുതി ഉണ്ടായി. സംഘടനാപരമായ വീഴ്ചകൾ തിരുത്തണം എന്ന ആവശ്യം സംഘടനാ റിപ്പോർട്ടിൽ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഡിവൈഎഫ്ഐക്കെതിരെ വിമർശനമുണ്ട്. ഡിവൈഎഫ്ഐ ചാരിറ്റി സംഘടനയായി മാറി എന്നുള്ളതാണ് ഒരു വിമർശനം. കോർപ്പറേഷന്റെ ഭരണം കൃത്യമായ നിലയിലേക്ക് ജനങ്ങളിലേക്ക് എത്തുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെ മേയർക്ക് പൂർണ്ണ പിന്തുണ ഈ സംഘടനാ റിപ്പോർട്ട് നൽകുന്നുണ്ട്. മേയറെ UDF-ഉം BJP-യും സംയുക്തമായി വളഞ്ഞിട്ട് ആക്രമിക്കുന്നു എന്നാണ് ഈ സംഘടനാ റിപ്പോർട്ടിൽ പറയുന്നത്. ചർച്ചയിലും അങ്ങനെ തരത്തിലുള്ള പരാമർശങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. മുഖ്യമന്ത്രി ഇരുത്തിക്കൊണ്ട് തന്നെ പോലീസിനെതിരായ വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അജിത് കുമാറിന് DGP-ആയി സ്ഥാനക്കയറ്റം നൽകേണ്ടിയിരുന്നില്ല. കോടതി വഴി പോയി വരികയായിരുന്നുണ്ടെങ്കിൽ സംസ്ഥാന സർക്കാർ അതിന് ബാധ്യത ഏറ്റെടുക്കേണ്ടി വരില്ലായിരുന്നു. അതാണ് ചെയ്യേണ്ടിയിരുന്നത് എന്നുകൂടി പറഞ്ഞു. ധനവകുപ്പിനെതിരെയാണ് കൂടുതൽ വിമർശനങ്ങൾ ഉണ്ടാകുന്നത്. സർക്കാരിന്റെ ധനകാര്യ മാനേജ്മെന്റ് പരാജയമാണ്. സാമ്പത്തിക പ്രതിസന്ധി ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി കഴിയുന്നില്ല എന്ന് 12 ഏരിയ കമ്മിറ്റികൾ വിമർശന സ്വഭാവത്തിൽ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. നാളെയും സംഘടനാ പ്രവർത്തന റിപ്പോർട്ടിന്മേലുള്ള ചർച്ച തുടരും. ദിവ്യ, പാർട്ടിക്ക് അടിമുടി തിരുത്തൽ വേണം എന്ന തരത്തിലുള്ള അതിരൂക്ഷമായ വിമർശനം തന്നെയാണ് തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിൽ പ്രതിനിധികൾ ഉന്നയിച്ചത്. സെയ്ഫ് സൈനുദ്ദീനാണ് വിവരങ്ങൾ നൽകിയത്.